പാടത്ത് കൃഷി ഇറക്കി പ്രതിസന്ധിയിലായിരിക്കുകയാണ് അവിടുത്തെ ഒരു കൂട്ടം കർഷകർ. കാസർഗോഡ് തോയമ്മയിലെ പാടശേഖരത്തിൽ ഒരാഴ്ച മുമ്പ് നട്ട ഞാറുകൾ അത് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. വയലിൽ കയറിയ വെള്ളം അത് അണക്കെട്ടിലേക്ക് വഴിതിരിച്ചു വിടാത്തതാണ് ഈ കൃഷിനാശം ഗുരുതരമാക്കിയത്. ചീഞ്ഞളിഞ്ഞ ഞാറുകൾ, വരമ്പുകൾ പോലും അപ്രത്യക്ഷമാകുന്ന ജലത്തിന്റെ കുതിച്ചുകയറ്റം. വയലേലകളിലെ കർഷകരുടെ നാടൻ പാട്ടിൻ ശീലുകളും നിറഞ്ഞ പുഞ്ചിരിയും കാണാനെത്തുന്നവർക്ക് നിരാശയാവും ബലം. അപ്രതീക്ഷിതമായി പെയ്ത മഴയാണ് ഈ പാവം കർഷകരുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയത്. 10 ഏക്കർ നെൽവയലാണ് അധികൃതരുടെ പിടിപ്പുകേട് മൂലം വെള്ളക്കെട്ടായി മാറിയത്. കൃഷി ഒരു 50 സെന്റ് സ്ഥലം കൃഷി എടുത്തിട്ടുണ്ട്. അതിൽ എല്ലാം മൊത്തം വെള്ളം വന്നിട്ട് ഒന്നും ഞാറൊന്നുമില്ല, ബാക്കി എല്ലാം ഇങ്ങനെ ചീഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ ഞാറിടുന്ന് കിട്ടാനുമില്ല. നമുക്ക് കുറച്ച് പൈസ 20,000 റുപ്യ ഞാൻ അതിന് ഇപ്പോൾ ചിലവാക്കിയിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെടുന്ന മാതിരി തന്നെ. ബണ്ടുകൾ തകർന്നതും മുട്ടാറക്കൽ അണക്കെട്ടിന്റെ അശാസ്ത്രീയ നടത്തിപ്പുമാണ് പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്നത്. തകർന്ന ബണ്ടുകളെക്കുറിച്ചും ഏറെ നാൾ മുമ്പ് തന്നെ അന്ത്യശ്വാസമെടുത്ത പമ്പ് ഹൗസിനെ കുറിച്ചും അധികൃതരെ അറിയിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. വെള്ളം താകാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഈ വെള്ളം വലിച്ചു കളയാതെ വേറെ വഴിയില്ല. അണക്കെട്ടിൻ്റെ പാല എടുത്തു കഴിഞ്ഞാൽ വെള്ളം താഴത്തുള്ളൂ. അപ്പോൾ അത് താവാനുള്ള അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് കുറച്ചെങ്കിലും ചിലപ്പോൾ കിട്ടിയെങ്കിൽ. 2 വർഷം മുൻപ് സമാനമായ കൃഷിനാശം സംഭവിച്ചപ്പോൾ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം മുഴുവനായി കൊടുക്കാൻ പോലും സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. 2 വർഷം മുമ്പ് ഇതേപോലെ വെള്ളം വന്ന് എല്ലാം നഷ്ടം തരാമെന്ന് പറഞ്ഞിട്ട് പേപ്പറൊക്കെ ചെയ്തെല്ലാം കൊടുത്തായിരുന്നു. ഒന്നും കിട്ടിയില്ല. ആകെ ഒരേക്കറക്ക് 4,000 വെച്ച് സർക്കാർ തരുന്നത്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് ആകെ മൊത്തം 5 ഏക്കർ ചെയ്തിട്ട് 4,000 രൂപ മൊത്തം കിട്ടി എനിക്ക്. മുൻകാലങ്ങളിൽ കൃഷി നടത്തിയവർ പലരും നഷ്ടം ഭയന്ന് വയൽ തന്നെ ഉപേക്ഷിച്ചു മടങ്ങി. നാട്ടിലെ പാടശേഖരങ്ങളിൽ സന്ദർശനം നടത്തുന്ന ജില്ലാ കളക്ടറും പരിവാരങ്ങളുമെങ്കിലും ഈ ദുരവസ്ഥ കാണാതെ പോകരുത് എന്നാണ് ഈ പാവങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. നദീതീരങ്ങളിലെ അശാസ്ത്രീയ നിർമ്മാണവും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും കൊണ്ട് എത്രയെത്ര കർഷകരുടെ സ്വപ്നങ്ങളാണ് ഇതുപോലെ മണ്ണിൽ നിന്നും പിഴുതെറിയപ്പെടുന്നത്. ഇങ്ങനെ പോയാൽ കാസർകോട്ടെ നെല്ലറകൾ കർഷകരുടെ കല്ലറകളാകുന്ന കാലം വിദൂരമല്ല. കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.